ചരക്കുകപ്പൽ പിടിച്ചെടുത്തുള്ള കടൽ സംഘർഷങ്ങൾക്കിടെ പാകിസ്ഥാനിൽ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയ്ക്ക് വീണ്ടും കളമൊരുങ്ങുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അരാക്ചി ഇന്നലെ പാകിസ്ഥാനിലെത്തിയിരുന്നു. എന്നാൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ ഇതുവരെ സന്നദ്ധത അറിയിച്ചിട്ടില്ല. പി ജെയിംസ് നമ്മളോടൊപ്പം ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഈ ചർച്ച നടക്കാനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു, സാധ്യത എത്രത്തോളമുണ്ട്? ഗോപികൃഷ്ണൻ, ഇതില് അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താൻ ഇനിയും തയ്യാറല്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി പാകിസ്ഥാനിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിലെത്തി എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ ഈ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന സംഘവുമായിട്ട് അബ്ബാസ് അർഗച്ചി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് ട്രംപിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിന്റെ മരുമകൻ ജാരദ് കുഷ്ണറും പാകിസ്ഥാനിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ്. ഇത് ഒരു പരോക്ഷമായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്നതിന്റെ സൂചനയാണെന്ന് പാകിസ്ഥാൻ പറയുന്നു. ഒരുപക്ഷെ നേരിട്ടുള്ള ചർച്ചകളിലേക്ക് എത്തിയേക്കാം. കാരണം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളതുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇത് അമേരിക്കയെ അറിയിക്കും. ആ തരത്തിൽ അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധികൾ വരുമ്പോൾ ഇറാനുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ ഇറാൻ അത് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ അതിനിടയിൽ ഒരുപാട് സംഭവവാസങ്ങൾ ഗോപി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഒരു കപ്പൽ കൂടി അമേരിക്ക തടഞ്ഞിട്ടുണ്ട്. അവരുടെ യുദ്ധക്കപ്പൽ തടഞ്ഞ് ഇപ്പം ഏതാണ്ട് 34ാമത്തെ കപ്പലാണ്, ഇറാന്റെ എണ്ണക്കപ്പലാണ് തടഞ്ഞത്. സ്വാഭാവികമായിട്ടും ടെൻഷൻ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ചൈന ഇടപെടുന്നുണ്ട്. ചൈനയുടെ ഒരു ഇടപെടൽ മൂലമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പാകിസ്ഥാനിൽ എത്തിയിട്ടുള്ളത്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ ആവശ്യം ചൈനയ്ക്കാണ്. കാരണം 70കളിലും 80കളിലും അമേരിക്കയാണ് യൂറോപ്പുമാണ് ഏറ്റവും കൂടുതൽ ഹോർമൂസ് കടലിടുക്ക് എണ്ണ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോൾ അധികമായിട്ടുള്ള എണ്ണയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് എണ്ണ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ ചൈനയിലേക്കാണ് 80% എണ്ണയും ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രധാനമായും കടന്നു പോകുന്നത്. അത് വെനിൻസുലയിൽ നിന്നുണ്ടായിരുന്നു, ഇറാനിൽ നിന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചൈന വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ ഇടപെടുന്നു. അതിനിടയിൽ വലിയ സംഭവവാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഗോപി, ഈ ലെബനോനിൽ കയറി ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനം നടത്തി ആക്രമിച്ചിരിക്കുന്നു. 6 പേർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഹെസ്ബുള്ള തിരിച്ചാക്രമിക്കുന്നുവെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഗസയിൽ കയറി ഇസ്രായേൽ ഈ മണിക്കൂറിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. 12 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് പാലസ്തീനിൽ മുനിസിപ്പൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15 ലക്ഷം പേർ വോട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ യുദ്ധത്തിന് ശേഷം ഗസയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവവാസങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഗോപീഷൻ, ഏതായാലും പി ജെയിംസ്, താങ്കൾ പറഞ്ഞതുപോലെ ചർച്ച നടക്കുമോ, ആ ചർച്ചയിൽ എന്ത് പുരോഗതി ഉണ്ടാകുമെന്ന് ലോകം കാത്തിരിക്കുകയാണ്. നമുക്ക് അതിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.